എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് ആന്റോണിംസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിനോണിംസ് പഠിച്ചു, കോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ആന്റോണിംസ് ആണ്, അതും കോഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. മറക്കാതിരിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിനോണിംസ് കോഡിലൂടെ പഠിച്ചത് എങ്ങനെയാണ്? ആ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് പറഞ്ഞു തന്നു അല്ലേ? ഇവിടെ ആന്റോണിംസ് ആണ്. ആന്റോണിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലേ? ഒന്നിന്റെ അർത്ഥത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത വേർഡ്. അതാണ് ആന്റോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആന്റോണിംസ് ആണോ സിനോണിംസ് ആണോ എന്നുള്ളത് നമുക്ക് കോഡ് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആന്റോണിംസ് പഠിക്കുമ്പോൾ സിനോണിംസ് പഠിച്ചതുപോലെ ജസ്റ്റ് കണക്ഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കുന്നതിലുള്ള ചെറിയൊരു ലിങ്കും കൂടി ഇടണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇല്ല, വേണ്ട, ചെയ്യരുത് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻറ്റു ബട്ടൺ ആണ് അല്ലേ? അപ്പോൾ ആന്റോണിംസ് ആണ് എന്നറിയാൻ നമ്മൾ എപ്പോഴും ഇൻറ്റു ബട്ടൺ അല്ലെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ അത് ഇല്ല, ചെയ്യണ്ട, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ആന്റോണിംസ് ആണ്, ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ചിഹ്നമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ആ ഒരു കണക്ഷനും കൂടി കിട്ടിയാൽ നമുക്ക് ആന്റോണിംസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സിനോണിംസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ഒരേ മീനിങ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടിയാൽ മതി വേർഡ്സ് തമ്മിൽ. ഇവിടെ വേർഡ്സ് തമ്മിലും കണക്ഷൻ കിട്ടണം, അത് ആന്റോണിം ആണ് എന്നുള്ളതിനും കൂടിയിട്ട് നമുക്ക് അറിയണം അല്ലേ? സിനോണിംസും ആന്റോണിംസും കൂടെ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഒരേ വാക്കുകളുടെ തന്നെ ആന്റോണിംസും പഠിക്കാനുണ്ടാവും, സിനോണിംസും പഠിക്കാനുണ്ടാവും. അപ്പോൾ സിനോണിംസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. ആന്റോണിംസ് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ വേണ്ട, ചെയ്യരുത്, ഇല്ല അങ്ങനെയുള്ള നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മൾ പറഞ്ഞു തരിക. അപ്പോൾ ആ നെഗറ്റീവ് വേർഡ്സ് ആണ് നമ്മൾ ഇൻറ്റു ആന്റോണിംസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം അഫ്ലുവൻസ്. ആദ്യത്തെ വാക്ക് അഫ്ലുവൻസ് ആണ്. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ഓക്കെ, വെൽത്തി എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പോവേർട്ടി, ദാരിദ്ര്യം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്ത് അല്ലെങ്കിൽ വെൽത്തി അല്ലേ, സമ്പന്നരായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് അഫ്ലുവൻസിലെ ഫ്ലുവൻസ് അല്ലേ, ഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം? ഫ്ലുവൻ്റ് ആയിട്ട്, ഇപ്പം ഇത്തിരി എന്താണ് ധനികരായിട്ടുള്ള ആളുകൾ, കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ആളുകൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ പറയും. അങ്ങനെയാണല്ലേ? പുറത്തൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നവർ എന്താണ്? അവർ കുറച്ച് വെൽത്തി ആണ്, അവർ കുറച്ച് റിച്ച് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ സമ്പത്തുള്ളവരാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറയില്ല. പോവേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം. പോവേർട്ടി ആയി അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവർ എന്താണ്? ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയില്ല എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇല്ല എന്ന് പറയുന്നത് എന്താണ്? അത് ആന്റോണിംസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പോവേർട്ടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമുള്ളവർ, പോവേർട്ടി എന്നുള്ളത് ദാരിദ്ര്യം അല്ലെങ്കിൽ പാവപ്പെട്ടവർ. ഓക്കെ, പോവേർട്ടി പാവപ്പെട്ടവർ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ പാവപ്പെട്ടവർ എന്താണ്? ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ പാവപ്പെട്ടവർ, പോവേർട്ടി, അഫ്ലുവൻസ് കിട്ടിയല്ലോ. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയില്ല. അപ്പോൾ പോവേർട്ടിയുടെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്രോസ് ആണ്, അപ്പോൾ ആന്റോണിം ആണ്. അപ്പോൾ പോവേർട്ടിയുടെ ആന്റോണിം ആണ് അഫ്ലുവൻസ്. കിട്ടിയല്ലോ? അപ്പോൾ അഫ്ലുവൻസ് പോവേർട്ടി ദാരിദ്ര്യമുള്ളവർ എന്താണ്? ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയില്ല. കിട്ടിയല്ലോ? അഫ്ലുവൻസ്, പോവേർട്ടി. അടുത്തത് അക്വിറ്റ് ആണ്. അക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവിമുക്തനാണ്. ഓക്കെ, കുറ്റവിമുക്തനാണ് അക്വിറ്റ്. കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി. അക്വിറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കൺവിക്റ്റ് ആണ്. ഓക്കെ, അക്വിറ്റിന്റെ ഓപ്പോസിറ്റ് കൺവിക്റ്റ് ആണ്, കുറ്റവാളി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് AC ഉണ്ടല്ലേ? അപ്പോൾ AC എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത്തിരി റിച്ച് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ പൊതുവേ ഒരു ഇത്. അപ്പോൾ AC എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ AC ഒക്കെ ഉള്ളവരെ ആളുകൾ എന്ത് ചെയ്യും? കണ്ണ് വെക്കും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാൻ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക AC. ഇപ്പോൾ നമുക്ക് എക്വിറ്റും കൺവിക്റ്റും അറിയുന്നതായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. AC ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യും? കണ്ണ് വെക്കും ആളുകൾ അല്ലേ, കണ്ണ് വെക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അക്വിറ്റ് എന്താണ്? കൺവിക്റ്റ് ആണ്. ഓക്കെ,
അടുത്തത് സെലിബസി. സെലിബസി എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യമാണ്. വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെലിബസി എന്ന് പറയുന്നത്. ദെൻ വെറ്റ്ലോക്ക്, മാരേജ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, മാരേജ് അല്ലെ, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന ആളാണ് എന്ത്, വെറ്റ്ലോക്ക് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ സെലിബസിയുടെ ഓപ്പോസിറ്റ് ആണ് വെറ്റ്ലോക്ക് അല്ലെങ്കിൽ മാരേജ് എന്ന് കിട്ടാനായിട്ട് നമുക്ക് എന്ത് കോഡ് ഉപയോഗിക്കാം, സെലിബസി എന്ന് പറയുന്നത് സെലിബ്രിറ്റി എന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ സെലിബ്രിറ്റി ആവണമെങ്കിൽ വിവാഹം ചെയ്യാൻ പാടില്ല അല്ലേ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകണമെങ്കിൽ പെൺകുട്ടികളോടൊക്കെ പറയും എന്താണ്, വിവാഹം കഴിക്കാത്ത നായികമാരെ അല്ലേ ഫസ്റ്റൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, അങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി ആയാൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പാടില്ല ആണ് വിവാഹബന്ധം. ഓക്കെ, സെലിബ്രസി ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെലിബസി എന്ന് പറയുമ്പോൾ വെറ്റ്ലോക്ക് അല്ലെങ്കിൽ മാരേജ് ആണ്. അപ്പോൾ സെലിബ്രിറ്റി ആയാൽ മാരേജ് ചെയ്യാൻ പാടില്ല. കിട്ടിയല്ലോ. അടുത്തത് എക്സ്ട്രാ വാഗൻറ്റ്. എക്സ്ട്രാ വാഗൻറ്റ് എന്ന് പറഞ്ഞാൽ ധൂർത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, എക്സ്ട്രാ വാഗൻറ്റ് എന്താണ്, ധൂർത്ത് എന്നാണ് അർത്ഥം. മിസർലി, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മിസർലി. മിസർലി എന്ന് പറഞ്ഞാൽ എന്താണ്, പിശുക്കൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വാഗൻറ്റ് ധൂർത്തടിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ധൂർത്തടിക്കുന്ന ആളെന്ന് പറയുമ്പോൾ എല്ലാം ലാവിഷായിട്ട് ചിലവാക്കും. അതായത് എന്ത് കാര്യം വാങ്ങിക്കുമ്പോഴും എക്സ്ട്രാ വാങ്ങിക്കും അല്ലേ. ആവശ്യമില്ലാത്തതാണോ ആവശ്യമുള്ളതാണോ അതിലും കൂടുതൽ വാങ്ങിക്കും. എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ വാങ്ങിക്കുന്നവനാണ് ധൂർത്തടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം, അതായത് എത്ര വാങ്ങിക്കാൻ കൊടുത്താലും എന്തെങ്കിലും ഒരു കാര്യം പിശുക്കിയിട്ട് അല്ലെ, മിസ് ചെയ്തിട്ടേ വാങ്ങിക്കുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം മിസ് ചെയ്തിട്ടേ വാങ്ങിക്കുള്ളൂ. പിശുക്കന്മാർ എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ടേ വാങ്ങിക്കുള്ളൂ അല്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ലാവിഷ്, ധൂർത്തടിക്കുന്നവരെല്ലാം എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്ത് വാങ്ങിക്കും. പിശുക്കന്മാരെന്താണ്, എന്തെങ്കിലും ഒരു കാര്യം മിസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, അഫ്ലുവൻസ്, പോവേർട്ടി. എന്താണ് പറഞ്ഞത്, പാവങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയില്ല. ഓക്കെ, അപ്പോൾ സമ്പത്തും ദാരിദ്ര്യവും. ഓക്കെ, അഫ്ലുവൻസിൻ്റെ ഓപ്പോസിറ്റ് പോവേർട്ടി ആണെന്നുള്ളത് ഓർക്കുക. അക്വിറ്റ്, കുറ്റവിമുക്തൻ. കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണ്. അപ്പോൾ എന്താ പറഞ്ഞു, AC ഉള്ളവരെ കണ്ണ് വെക്കുന്ന കാര്യം പറഞ്ഞു. സെലിബസി, വെറ്റ്ലോക്ക് അല്ലെങ്കിൽ മാരേജ് ആണ്. അപ്പോൾ സെലിബ്രിറ്റികൾ മാരേജ് ചെയ്യാറില്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ആന്റോണിംസ് ആണെന്ന് കിട്ടും. എക്സ്ട്രാ വാഗൻറ്റ്, ധൂർത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, മിസർലി ആണ്. മിസർലി. അപ്പം എക്സ്ട്രാ വാങ്ങിക്കുന്നവൻ ധൂർത്തടിക്കുന്നവൻ, മിസ് ചെയ്യും അല്ലേ. പിശുക്കന്മാരാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മിസ് ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയും കിട്ടിയല്ലോ. അടുത്തത് നോക്കുക, ഫിക്കിൾ. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ അസ്ഥിരം എന്നുള്ളതാണ്. ഓക്കെ, അസ്ഥിരമായത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായത് അല്ലേ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഫിക്കിൾ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പിക്കിൾ ഓർമ്മ വരാം. പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ചാറുകൾ അല്ലേ. അപ്പോൾ പിക്കിൾ അച്ചാറാണ്. അപ്പോൾ അച്ചാറ് സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ ആന്റോണിംസ് ആണെന്ന് ആലോചിക്കാം അല്ലേ. അപ്പോൾ ഫിക്കിൾ, പിക്കിൾ. പിക്കിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഫിക്കിൾ കോൺസ്റ്റൻ്റ് ആണ്, ഓപ്പോസിറ്റ് വേർഡ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നല്ലതല്ല എന്ന് പറയുന്നതുകൊണ്ട് ആന്റോണിംസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ഹോമേജ്. ഹോമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാധന. ഓക്കെ, ഹോമേജ് എന്താണ്, ആരാധനയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫിയൻസ്. ഓക്കെ, ഡിഫിയൻസ് എന്ന് പറയുന്നത് അനാദരിക്കൽ. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഹോമേജ്. ഹോമേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹോം അല്ലേ, ഹോം വീട്. ഏജ് എന്ന് പറയുമ്പോൾ കുറച്ച് വയസ്സായവർ. അപ്പോൾ വീട്ടിലുള്ള വയസ്സായവരെ നമ്മൾ എന്ത് ചെയ്യും, ആദരിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഹോമേജ്, ആദരിക്കുക, ആരാധിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീട്ടിലുള്ള വയസ്സായവരെ ആരാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ദെൻ ഡെഫിയൻസ് എന്ന് പറയുമ്പോൾ അതിനെ ഓർക്കാനായിട്ട് നമ്മൾ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നല്ലേ. അപ്പോൾ വയസ്സായവരെ ആദരിക്കണം. പക്ഷേ നമ്മൾ വീട്ടിൽ ചില വയസ്സായവരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ ചിലപ്പോൾ പൈസയൊക്കെ കൊടുക്കാണ്ട് ഇറക്കി വിടും, അവരെ അനാദരിക്കും. അങ്ങനെയുള്ള കാര്യമൊന്നും ജസ്റ്റ് ഓർക്കുക. ഡിഫിയാൻസ് എന്നുള്ളതിൽ നിന്നും ഫിനാൻസ് എന്നുള്ളതായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ പൈസയായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ നമ്മൾ ചിലർക്കൊക്കെ പൈസ കൊടുക്കാതെ അവരെ അവഗണിക്കും. അപ്പോൾ വയസ്സായ ആളുകൾ വീട്ടിൽ വരുമ്പോൾ പൈസ കൊടുക്കാതിരിക്കാൻ പാടില്ല, ഫിനാൻസ് കൊടുക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഹോമേജ് എന്താണ്, ഡിഫിയൻസ്, അനാദരിക്കൽ. അങ്ങനെ കണക്ട് ചെയ്യാലോ അല്ലേ. ഹോമിൽ ഏജ് ആയിട്ടുള്ളവർ വരുമ്പോൾ ഫിനാൻസ് കൊടുക്കാതിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഹോമേജ്, ഡെഫിയൻസ് കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, റെക്ലെസ്. റെക്ലെസ് എന്ന് പറയുന്നത് ശ്രദ്ധയില്ലാതെ ചെയ്യുക. ഓക്കെ, റെക്ലെസ് എന്താണ്,
ശ്രദ്ധയില്ലാതെ ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് കോഷ്യസ്. കോഷ്യസ് എന്ന് പറയുമ്പോൾ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, കെയർഫുള്ളി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. റെക്ലെസ് എന്താണ്? ശ്രദ്ധയില്ലാതെയാണ്. അപ്പോൾ റെക്ലെസ് എന്നുള്ളത് നമുക്ക് റെസ്റ്റ്ലെസ് എന്ന് ഓർത്തിരിക്കുക. അതായത് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ പണി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശ്രദ്ധയും കിട്ടില്ല അല്ലെ. ഒരു ത്രൂ ഔട്ട് എന്താണ് കുറേ സമയം ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെസ്റ്റ്ലെസ് ആയിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ റെക്ലെസ് എന്നുള്ളത് റെസ്റ്റ്ലെസ് ആക്കുക. റെസ്റ്റ്ലെസ് ആകുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ലാതെയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ്? കോഷ്യസ് ആണ്. ഓക്കെ, കോഷ്യസ് ഓർത്തിരിക്കുക. ദെൻ സ്റ്റാഗ്നന്റ്. സ്റ്റാഗ്നന്റ് എന്ന് പറയുമ്പോൾ നിശ്ചലമായ, കെട്ടി നിൽക്കുന്ന. സ്റ്റാഗ്നന്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കെട്ടി നിൽക്കുന്ന വെള്ളമാണ് അല്ലേ. അപ്പോൾ സ്റ്റാഗ്നന്റ് നിശ്ചലമായ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൂവിങ് ആണ് അല്ലെ. മൂവിങ്, ഇളകുന്ന. അത് നമുക്ക് അറിയുന്നതാണ്. സ്റ്റാഗ്നന്റ് നിശ്ചലമായ, മൂവിങ് എന്ന് പറയുന്നത് എന്താണ്? ഇളകുന്ന. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ്? ഫിക്കിൾ എന്ന് പറഞ്ഞു, കോൺസ്റ്റന്റ് ആണ് ഓപ്പോസിറ്റ്. പിക്കിള് കഴിക്കുന്നത് അല്ലെ, കോൺസ്റ്റന്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഹോമേജ് ആരാധന, ഡിഫിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹോമിൽ വരുന്ന ഏജ് ആയിട്ടുള്ള ആളുകളെ ഫിനാൻസ് കൊടുക്കാതിരിക്കാൻ പാടില്ല. ദെൻ റെക്ലെസ് എന്ന് പറയുന്നത് കോഷ്യസ് ആണ് ഓപ്പോസിറ്റ്. റെക്ലെസ് എന്താണ്? റെസ്റ്റ്ലെസ് ആയിട്ട് പണിയെടുക്കുന്നത് എന്താണ് അല്ലേ, നമുക്ക് ശ്രദ്ധയില്ലാതെയാവും അല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. കോഷ്യസ് ആണ്. അപ്പോൾ കെയർഫുള്ളി അതിൻ്റെ ഓപ്പോസിറ്റ്. ദെൻ സ്റ്റാഗ്നന്റ്. സ്റ്റാഗ്നന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിശ്ചലമായതാണ് സ്റ്റാഗ്നന്റ്. മൂവിങ് എന്നുള്ളതാണ് ഇളകുന്ന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. ടെഡിയസ്. ടെഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിപ്പിക്കുന്ന, നമുക്ക് മടുപ്പ് വരുത്തുന്ന എന്നുള്ള അർത്ഥമാണ് ടെഡിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് റിലാക്സ്ഡ്. എന്താണ്? റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശ്രമിക്കുക അല്ലെ, റിലാക്സ് ചെയ്തിട്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ടെഡിയസ് എന്ന് പറയുമ്പോൾ ടെഡി ബിയറിനെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് അല്ലെ, വിശ്രമിക്കാനായിട്ട് നമ്മൾ ടെഡി ബിയറിനെയും പിടിച്ചിട്ടാണ് ഇരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ടെഡിയസ്, റിലാക്സ്ഡ് അല്ലെ. നമുക്ക് എന്താണ്, നമ്മുടെ ടെഡി ബിയർ ഇല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവില്ല. അതിനെയും പിടിച്ചിട്ടാണ് നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ടെഡി ബിയർ ഇല്ലാതെ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പറ്റില്ലക്കാണ് ആന്റോണിം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ടെഡി ബിയർ ഇല്ലാതെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് അൺകൗത്ത്. അൺകൗത്ത് എന്ന് പറയുന്നത് സിവിലൈസ്ഡ് ആണ് ഓപ്പോസിറ്റ്. അൺകൗത്ത് എന്ന് പറഞ്ഞാൽ വികൃതമായ, ഇങ്ങനെ താടിയും തലയും മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി വികൃതമായ രൂപം. അപ്പോൾ അതാണ് അൺകൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിവിലൈസ്ഡ്, പരിഷ്കരിച്ച, നല്ല എന്താണ്? സിവിലൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ്? അൺകൗത്ത് എന്ന് പറയുന്നതിൽ ഈ COUT ഉണ്ട് അല്ലേ. അപ്പോൾ കൗട്ട് എന്നുള്ളതിൽ നിന്നും കട്ട് എടുക്കുകയാണ് കേട്ടോ. അവിടെ ഒരു CUT ഉണ്ട്, കട്ട്. അപ്പോൾ എന്താണ്? അൺകൗത്ത് എന്ന് പറയുമ്പോൾ കട്ട് എന്താണ്? ഹെയർ കട്ട് അല്ലേ. ഹെയർ കട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ കാട് പോലെ മുടിയും താടിയും ഒക്കെ വളർത്തിയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു സിവിലൈസ്ഡ് ലുക്കൊന്നും തോന്നില്ല അല്ലേ. സിവിലൈസ്ഡ് ലുക്കൊന്നും തോന്നില്ല. അപ്പോൾ കട്ടൊന്നും ചെയ്യാതെ, ഹെയർ കട്ടൊന്നും, അൺകട്ടാണ്. അപ്പോൾ അൺകട്ട് എന്നോർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കട്ടൊന്നും ചെയ്യാതെ അല്ലെ, ഹെയർ കട്ടും ഒന്നും ചെയ്യാതെ ഇരുന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് ലുക്കൊന്നും തോന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അൺകൗത്ത് എന്താണ്? സിവിലൈസ്ഡ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ആന്റോണിംസ് എന്ന് പറയുന്നത്. ആന്റോണിംസിൻ്റെ കോഡ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് 10 വാക്കുകളാണ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ കോഡ്സ് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോഡൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.